ഇവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 3 വറ്റൽമുളക് അത് മുറിച്ച് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും. ഉരുളക്കിഴങ്ങ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി അത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. വെൽക്കം ടു പൃഥ്വി വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ എങ്ങനെ വേണേൽ പറയാം. അതിനധികം ഗ്രേവി ഒന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അത്രയും മാത്രമേ ഇടുന്നുള്ളൂ. ഗ്രേവി ആയിട്ടില്ല, ഡ്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണ്ടി വരും. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ തന്നെ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വേണമെങ്കിൽ വയ്ക്കാം. പെട്ടെന്നൊന്ന് കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവരുത്, ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഉള്ളി. നല്ല കുറച്ച് സമയം കൂടി വേണം. ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഈ പാനിൻ്റെ സെൻറ്ററിലേക്കാക്കി ഒന്നടച്ചു വെച്ച് നോക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണ പാത്രം അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ അടിയിൽ കരിഞ്ഞു പോയാലോ. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി. ഇത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി.
പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മതി, 1/4 ടീസ്പൂണൊക്കെ മതിയോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 മിനിറ്റ് ആയപ്പോൾ. ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കൂർക്ക പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, തന്നെയല്ല ഒരു കറയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് ഇങ്ങനെ തുറന്ന് തന്നെ ഇരുന്നാൽ മതി. നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ. ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല. കാരണം വേറെ എവിടെയെങ്കിലും പോയി ഇത് മറന്നു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കും അടിയിൽ. അപ്പോൾ അതുകൊണ്ട് അടുത്ത് നിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നീ കണ്ടോ, പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് എടുത്തു കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഈ ഒരു കണക്കനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ പക്ഷെ ഒരു 8 മിനിറ്റ് ഒക്കെ എടുക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നല്ല പാകത്തിന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.